ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് ജില്ലയിലെ മലയോര മേഖലയിൽ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് അടിത്തറ പാകിയ സ്ഥാപനം. മുൻ മന്ത്രിയും ഈ കലാലയത്തിന്റെ സ്ഥാപക മാനേജറുമായ ശ്രീ KP നൂറുദ്ദീൻ സാഹിബിന്റെ അതിവിശാലമായ കാഴ്ചപ്പാടാണ് ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി കോളേജ്. നിലവിലെ മാനേജർ ശ്രീ ചന്ദ്രൻ തെലുങ്കേരിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും പ്രിൻസിപ്പാൾ ഡോക്ടർ സ്വരൂപ ആറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന് MGA വിജയങ്ങളിൽ നിന്ന് കൂടുതൽ തിളക്കമാർന്ന വിജയങ്ങളിലേക്ക് നയിക്കുന്നു. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് മെറിറ്റ് ഡേയോടനുബന്ധിച്ച് ബിരുദാനന്തര ചടങ്ങും സ്ഥാപക മാനേജരും മന്ത്രിയുമായിരുന്ന KP നൂറുദ്ദീൻ സാഹിബിൻ്റെ അനുസ്മരണവും നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പരിപാടികളുടെ ഉദ്ഘാടനവും KP നൂറുദ്ദീൻ അനുസ്മരണ ഭാഷണവും നടത്തി. കോളേജിന്റെ ഈ ഓഡിറ്റോറിയത്തിൽ വീണ്ടും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇവിടെ പ്രിൻസിപ്പളും അതുപോലെ ശ്രീ ചന്ദ്രൻ തെലുങ്കേരിയും വിശദീകരിച്ചു. ഒന്ന് മെറിറ്റിന്റെയാണ്. ഈ വിദ്യാലയം ഈ കലാലയം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നേടിയ നല്ല വിജയങ്ങൾ, ആ വിജയങ്ങൾ ആഘോഷിക്കാൻ നമുക്ക് അർഹതയുണ്ട്. ആ വിജയങ്ങൾ തിളക്കമാകുന്നതാണ്. കുട്ടികളുടെ പഠന നിലവാരം വളരെ ഉയർന്ന നിലയിലേക്ക് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു. പ്രിൻസിപ്പളുടെ ചൂണ്ടിക്കാട്ടിയതുപോലെ സർവകലാശാല തലത്തിൽ ഒന്നിലേറെ 1ാം റാങ്കുകൾ മറ്റ് റാങ്കുകൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. പെർസെന്റേജ് തലത്തിലുള്ള വിജയവും വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഇത് വിദ്യാലയത്തിലെ വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ കലാലയം ഈ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രധാനമായ ഘടകങ്ങൾ തന്നെയാണ്. രക്ഷിതാക്കളും മാനേജ്മെന്റും അതിൽ ഒത്തുചേരുമ്പോഴാണ് ഈ വിജയം നമുക്ക് നേടാൻ സാധിച്ചത്. മഹത്തായിട്ടുള്ള വിജയത്തിന് എല്ലാവരുടെയും വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിനെയും മറ്റുന്നത വിജയികളെയും ഈ കലാലയത്തെയും പൊതുവിൽ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് കോൺവക്കേഷൻ സെറിമണിയാണ്. വിദ്യാഭ്യാസ കലാലയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഇവിടെ ഇന്ന് പ്രത്യേക കോട്ടും തൊപ്പിയും എല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന വിദ്യാർത്ഥിനികൾ പിന്നിടുന്നത്. ഡിഗ്രിക്ക് ശേഷമുള്ള ഈ കോൺവക്കേഷൻ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാൽവെപ്പാണ്. നാളെ തുടർ ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ തൊഴിൽ മേഖലയിലേക്കുമെല്ലാം അവർ കടക്കുകയാണ്. അവർക്കെല്ലാ അനുമോദനങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ട്. ചന്ദ്രനയുടെ ചൂണ്ടിക്കാട്ടിയതുപോലെ വിദ്യാഭ്യാസ രംഗം നിരവധിയായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളികൾക്കിടയിലും ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് പ്രഗത്ഭമായിട്ടുള്ള രൂപത്തിൽ അതിന്റെ മുന്നേറ്റം, അതിന്റെ പ്രയാണം തുടരുന്നു എന്നതിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഈ കലാലയത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ KP നൂറുദ്ദീൻ സാഹിബ് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തന്നെ നമുക്ക് കരുത്തു പകരും ഇനിയുള്ള മുന്നേറ്റത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇരിട്ടിയിൽ ഇത്തരത്തിൽ ഒരു കോളേജ് ആരംഭിക്കുമ്പോൾ ഇന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ആരും തന്നെ അന്ന് ജനിക്കാത്തവരാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ അഭാവത്തെ സംബന്ധിച്ചുള്ള പ്രയാസം നിങ്ങൾ അനുഭവിച്ചവരല്ല. എന്നാൽ ഈ ഇരിട്ടി ഉൾക്കൊള്ളുന്ന ഇന്നത്തെ ഇരിട്ടി താലൂക്ക്, അതിൽ പക്ഷേ മട്ടന്നൂർ പ്രദേശം ഒഴിവാക്കിയാൽ വലിയ ഒരു 3 ലക്ഷത്തിലേറെ ആളുകൾ താമസിക്കുന്ന ഈ മലയോര കാർഷിക മേഖലയുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളും ഉണ്ടായിരുന്നില്ല. SSLC കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനായി കോളേജുകളിൽ പ്രീ ഡിഗ്രിക്ക് പോകാൻ സാധിക്കുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ ഹോസ്റ്റലിലോ ലോഡ്ജുകളിലോ താമസിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അന്ന് രക്ഷിതാക്കൾക്ക് കഴിയുമായിരുന്നില്ല. അവിടെയാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയും ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട്
നൂറുദ്ദീൻ സാഹിബിനെ പോലുള്ള ഒരു ഭരണാധികാരി, ഊർജ്ജസ്വരനായ ഒരു ജനപ്രതിനിധി, അദ്ദേഹം ഈ കലാലയത്തിന് വേണ്ടി പരിശ്രമിച്ച് ഗവൺമെന്റിൽ, യൂണിവേഴ്സിറ്റിയിൽ, ജനങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ കലാലയം രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിൽ ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് ഇവിടെ 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. നേതൃപാഠത്തിന് നമ്മൾ എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആയിരക്കണക്കിന് കുട്ടികൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലം ഇവിടെ പഠിച്ച് കലാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അവര് വിവിധ തുറകളിൽ നല്ല നിലയിൽ അവർ സേവനം ചെയ്യുന്നു എങ്കിൽ അതിന് അടിത്തറ പാകിയത്, അതിന് അവസരമൊരുക്കിയത് ഈ കലാലയത്തിന്റെ സ്ഥാപക പ്രസിഡന്റായ, മാനേജരായ മുൻ മന്ത്രി ശ്രീ KP നൂറുദ്ദീൻ സാഹിബ് തന്നെയാണ്. അദ്ദേഹം 1977 മുതൽ 20 വർഷക്കാലം പേരാവൂരിന്റെ ജനപ്രതിനിധിയായി, അതിനിടയിൽ 82 മുതൽ 87 വർഷങ്ങളിൽ അദ്ദേഹം കേരള സംസ്ഥാനത്തെ മന്ത്രിയായി നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. വിനയാന്വിതനായ ഒരു പൊതുപ്രവർത്തകൻ, ലളിത ജീവിതത്തിന്റെ ഉടമ, സ്വഭാവശുദ്ധിയുടെ ഉടമസ്ഥൻ, ആ നിലയിലെല്ലാം അദ്ദേഹം വളരെയേറെ ശ്രദ്ധേയനാണ്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പേര് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ കലാലയത്തിന്റെ സ്ഥാപനം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതേതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് അല്ല. ഇന്ന് നമ്മളുടെ കലാലയങ്ങൾ, നമ്മളെങ്ങനെ കോളേജ് എടുത്താൽ അത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജാണ്. പഴശ്ശിരാജ കോളേജ് എടുത്താൽ മട്ടന്നൂരിൽ അത് NSSന്റെ നേതൃത്വത്തിലുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജാണ്. കണ്ണൂർ SN കോളേജ് എടുത്താൽ അത് SNDPയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോളേജാണ്. പക്ഷേ ഇരിട്ടി MD കോളേജിന്റെ സവിശേഷത അത്തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, ഒരു മതവിഭാഗത്തിന്റെ മാത്രം കോളേജല്ല ഇരിട്ടി കോളേജ്. അത് ഈ നാടിന്റെ മുഴുവൻ ഒരു സ്ഥാപനമാണ്. രാഷ്ട്രീയ നവോദയം വളരെ സജീവമായി നിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ, ഇരിട്ടിയുടെ മണ്ണിൽ, പേരാവൂരിന്റെ മണ്ണിൽ മറ്റൊരു സവിശേഷത ഈ കലാലയത്തിന്റെ മാനേജ്മെന്റിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഏക മനസ്സോടെ നൂറുദ്ദീൻ സാഹിബ് ഏതർത്ഥത്തിൽ, ഏത് സ്പിരിറ്റിൽ, ഏത് ലക്ഷ്യത്തിൽ ഈ കലാലയം സ്ഥാപിച്ചുവോ അതേ സ്പിരിറ്റിൽ തന്നെ ഇന്ന് ശ്രീ ചന്ദ്രൻ തിലകേരിയുടെയും വൈവി മത്തായുടെയും കളക്റ്റീവ് ലീഡർഷിപ്പിൽ ഈ കലാലയം മുന്നോട്ട് പോകുന്നു. നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവരുടെ സാധ്യതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി UGC ടീം അംഗങ്ങളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്ത സന്ദർഭങ്ങളിൽ അവരെല്ലാം നമുക്കറിയാം, അവരെ അവിടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അവരെ പക്ഷേ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ മാതൃകയായിട്ടുള്ള നാട്ടുകാരെല്ലാവരും ചേർന്നുള്ള കമ്മിറ്റി, ആ കമ്മിറ്റി അതിനെ യുനാനിമസായി ഇറക്കിയാൻ വേണ്ടി സാധിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളിൽ പോളിറ്റിക്സ് കലർത്താറില്ല, പാർട്ടി പോളിറ്റിക്സ്, പാർട്ടി ഇൻട്രസ്റ്റ് കലർത്താറില്ല. നല്ല നിലയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം സഹകരിച്ചുകൊണ്ട് ഈ കലാലയത്തെ നമുക്ക് നയിക്കാൻ വേണ്ടി, വളർത്താൻ വേണ്ടി, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രതീക്ഷ നൽകുന്ന ഒരു കലാലയമായി നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നു. അതിന് നമ്മൾ നൂറുദ്ദീൻ സാഹിബിനോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞാനും ചിരശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്തുടർച്ച എന്ന നിലയിലുള്ള ജനപ്രതിനിധികളെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ കരുത്തുകയും എന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ചിരശ്രമിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ന് കോൺവെക്കേഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യയ്ക്ക് വേണ്ടി എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസ. കോളേജ് മാനേജർ ചന്ദൻ തില്ലങ്കേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് നല്ല രീതിയിൽ ഉന്നതമായ വിജയം നേടി കോളേജിൻ്റെ യശസ്സ് ഉയർത്തിയ, അതുപോലെ തന്നെ അവരുടെ എല്ലാ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും എല്ലാം അഭിമാനമായി മാറിയ ഒരു കോളേജിൽ പ്രവേശനം കിട്ടിയതിനു ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ കഠിനമായ അധ്വാനത്തിലൂടെ ഉയർന്ന നിലവാരം പുലർത്തിയിട്ടുള്ള കഴിഞ്ഞ വർഷം പിരിഞ്ഞുപോയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്.
തീർച്ചയായും അവരുടെ ഭാവി ജീവിതം ഇനി അങ്ങോട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ വിജയകരമായ മുന്നേറ്റമുണ്ടാകട്ടെ എന്ന് എല്ലാവരെയും ആശംസകളോടുകൂടി അറിയുകയാണ്. അറിയേണ്ടതായിട്ടില്ല. മഹാത്മാഗാന്ധി കോളേജ് കഴിഞ്ഞ വർഷം ചുരുങ്ങിയ കാലം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം ജില്ലയിലെ അതല്ലെങ്കിൽ സർവകലാശാലയുടെ കീഴിലുള്ള മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർന്നു വരുന്ന സന്തോഷകരമായ സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ബഹുമാനായ നൂറുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നുപോയിട്ടുള്ളതെങ്കിൽ ഇന്ന് നമ്മൾ അടിസ്ഥാന സൗകര്യത്തിൽ പഠന നിലവാരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉന്നതിയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ സാഹചര്യമാണ്. മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ കോളേജുകളിൽ തന്നെ പഠിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പല കോളേജുകളിലും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആധുനിക സംവിധാനങ്ങളെല്ലാം അറിവുകളെല്ലാം അവരുടെ കയ്യിൽ എത്തിച്ചേർന്ന പുതിയ സാഹചര്യത്തിൽ പരിശോധനയിലൂടെ അവർ തന്നെ പുതിയ ലോകത്തെ കണ്ടെത്തുകയാണ്. അവർ തന്നെ പുതിയ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കുകയാണ്. ഇന്നലകളിൽ വിദ്യാർത്ഥികളായിരുന്നിട്ടുള്ള ആളുകൾ ഒന്നുകിൽ കോളേജുകളിൽ നിന്ന് കൊടുക്കുന്ന ഇന്റർവ്യൂ കാർഡിനനുസരിച്ച് വിഷയങ്ങൾ കോളേജുകാർ തീരുമാനിച്ചിരുന്നെങ്കിൽ, മാർക്കടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്നലകളിൽ പഠനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് എല്ലാ രീതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പഠിക്കേണ്ട സബ്ജക്റ്റ് ഏതാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. ആ സബ്ജക്റ്റ് കിട്ടുന്ന മേഖല ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഡിഗ്രി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കേണ്ട മേഖല എവിടെയാണെന്ന് അവർ സ്വയം തീരുമാനിക്കുകയാണ്. ഇന്നലകളിൽ അറിയാത്ത, കാണാത്ത നൂറുകണക്കിന് വിഷയങ്ങളാണ് പുതുതായി കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികളും അതുപോലുള്ള സ്വകാര്യ സർവകലാശാലകളും എല്ലാം നമ്മുടെ കേരളത്തിൽ കടന്നു വന്നതോടുകൂടി, രാജ്യത്ത് കടന്നു വന്നതോടുകൂടി, അതിനപ്പുറം രാജ്യത്തിന് പുറത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചതോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കുട്ടികളെല്ലാം കൂടുതലും പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നടത്തുകയാണ്. അതിനിടയിലാണ് മഹാത്മാഗാന്ധി കോളേജ് ഞങ്ങളും ആദ്യം പ്രതിസന്ധിയിലാകുമോ എന്ന ഒരു ഭയപ്പാടുണ്ടായി. പല കോളേജുകളിലും പല ക്ലാസ്സുകളിലും വിഷയങ്ങളിലും പഠിക്കാൻ കുട്ടികളില്ലാത്ത പ്രയാസങ്ങൾ പ്രിൻസിപ്പൽമാരും മാനേജർമാരും പറയുമ്പോൾ അഭിമാനകരമായി ഇതുവരെ നമുക്ക് നമ്മുടെ കോഴ്സുകളിലേക്ക് ആവശ്യത്തിലുള്ള കുട്ടികളെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ, സന്തോഷകരമായ ഒരു കാര്യമാണ്. പഠനം നടത്തി ഡൽഹി മഹാത്മാഗാന്ധി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ ഉയർച്ച നേടിയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഉത്തരോത്തരം ഉയർന്ന് മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, ഭാവി തലമുറ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹം കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത, അച്ഛനോടും അമ്മയോടും നീതി കാണിക്കാത്ത തലമുറയിലെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ നൊന്ത് പ്രസവിച്ച രക്ഷിതാക്കളുടെ അമ്മയോടും, നമ്മളെ വല്ലാതെ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനോടും, അതോടൊപ്പം നമ്മുടെ ബന്ധുക്കളോടും അയൽക്കാരോടും സമൂഹത്തോടും കാണിക്കേണ്ട പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചു വേണം മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ ഭാവിയിൽ കടന്നു പോവേണ്ടത് എന്ന ഒരു അഭ്യർത്ഥന മാത്രം നടത്തിക്കൊണ്ട് ഇവിടെ വിജയികളായിട്ടുള്ള മുഴുവൻ കൂട്ടുകാരെയും, ആദരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളെയും കോളേജ് മാനേജ്മെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു.
കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ സ്വരൂപ, സിൻഡിക്കേറ്റ് മെമ്പർ കെ വി പ്രമോദ് കുമാർ, IQAC കോർഡിനേറ്റർ ഡോക്ടർ കെ അനീഷ് കുമാർ, ഇരട്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി YY മത്തായി, ട്രഷറർ സത്യൻ കൊമ്മേരി, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ഫിസിക്സ് HOD CV സന്ധ്യ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ കെ ജിതേഷ്, C ഗീത, കെ ഹിമ, CK മഞ്ജു, MC സീനമോൾ, VK സന്തോഷ് കുമാർ, ഡോക്ടർ R ബിജുമോൻ എന്നിവർ സംസാരിച്ചു. മുൻവർഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതോടൊപ്പം വിവിധ പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വേദിയിൽ അനുമോദിച്ചു.